വെട്ടിയപ്പത്തിന് മൈദ 2 ഗ്ലാസ് 2 ഗ്ലാസ് മൈദ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം തന്നെ അല്ലേ? പച്ചവെള്ളം. ചപ്പാത്തിക്ക് മാവ് കുഴക്കും പോലെ കുഴക്കണം. ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ച് കുഴക്കണം അല്ലേ? അല്ലാതെ പെട്ടെന്ന് 1 ഗ്ലാസ് ഒഴിച്ച് കുഴച്ചാൽ ശരിയാവില്ല. ഉപ്പിടുവോ ചേച്ചി? ഇതിൽ ഉപ്പിടണ്ട. വേണ്ട അല്ലേ? വേറെ നമ്മൾ എരിവിട്ടിട്ടുണ്ടാക്കുമ്പോൾ ഉപ്പിടാം. ഇതിപ്പോ എരിവുള്ളതല്ല, മധുരമുള്ളതാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മധുരമുള്ള സാധനം ഉണ്ടാക്കണം. വെട്ടിയപ്പം അല്ലേ? വെട്ടിയപ്പം. നമ്മളിവിടെ അതാ പറയാ. ഇതാ എനിക്ക് തോന്നുന്നത് ഡയമണ്ട് കട്ട്സ് എന്ന് പറയുന്ന സാധനമാണെന്നാ തോന്നുന്നത്. ഇങ്ങനെ സ്ക്വയർ ആയിട്ട് അതില് പഞ്ചസാര പാനിയായിട്ടുള്ളതല്ലേ? ഓരോ പേരല്ലേ? അതാണ്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കും പോലെ ഇത് മൈദ കുഴക്കി വെക്കുക. മൈദ മാത്രം. മൈദയും വെള്ളവും. ചൂടുവെള്ളമല്ല, പച്ചവെള്ളം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടൂല്ലേ ചേച്ചി? ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ചെറിയ ചെറിയ ഉണ്ടകളാക്കാല്ലേ? ചപ്പാത്തിയുടെ കനത്തിൽ തന്നെ പരത്തണം അല്ലേ? എന്നിട്ട് കത്തി വെച്ച് കട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി ചേച്ചി. ഇങ്ങനെ ഇവിടെ മുറിക്കട്ടെ? മതിയാ? നേരത്തൊക്കെ അങ്ങനത്തെ പലഹാരങ്ങളെല്ലാവരും ഉണ്ടാക്കും. അവിടേക്കും കൊണ്ടുപോകാനും. കേടാവാതെ ഇരിക്കുമല്ലോ അല്ലേ? വറുത്തിട്ട് ചെയ്യണോണ്ട്. അത് കുറച്ച് ദിവസം ഇരിക്കുമല്ലോ. വറുത്തെടുക്കാം. എണ്ണ ചൂടായ? ചൂടായി. എണ്ണ ചൂടായി. ഇതിടാം. ഓരോന്ന് ഇടണ? അങ്ങനെ ഇടണ ചേച്ചി? അങ്ങനെ ഇടാം. മാത്രം. അതിങ്ങനെ വീർത്ത് വരും അല്ലേ? വീർത്ത് വരും. ആ മഞ്ഞളിട്ടത് നന്നായി അല്ലേ? ഒരു നല്ല കളർ. മഞ്ഞളിട്ടാലാണ് നല്ല കളർ. കണ്ട ഇങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ട് പിന്നെ പഞ്ചസാര പാവിൽ ഇട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്യാം. നമുക്ക് കാണാം എല്ലാം. നല്ല ഹാർഡായി കണ്ട. അതിന് പഞ്ചസാര പാവിലും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ എല്ലാവിടെയും ഉണ്ടാക്കുന്നത് മുറുക്കും വെട്ടിയപ്പൊക്കെ പണ്ടത്തെ പലഹാരമാണല്ലേ? പണ്ട് എല്ലാവിടെയും ഇത് തന്നെയല്ലേ? അവിടേക്കും കൊണ്ടുപോകണമെങ്കിൽ ഒക്കെ ഇങ്ങനത്തെ ഉണ്ടാക്കും. എരിവിട്ടിട്ടും ഇതുപോലെ ഉണ്ടാക്കാം. അല്ല, ഇപ്പം അധികം പഞ്ചസാരയൊന്നും കഴിക്കാത്തവർക്ക് എരിവിട്ടിട്ടും ഉണ്ടാക്കാം. നമുക്ക് അത് ഉണ്ടാക്കാം കേട്ടോ ഒരു ദിവസം. അതെ, ഇനി ഒരു ദിവസം അത് ഉണ്ടാക്കാം. അതെ, അത് കാണിക്കാം.
ഇത് പഞ്ചസാര പാവ് കാച്ചാൻ വെക്കുകയാണ്. ഇത് 1 ഗ്ലാസ് പഞ്ചസാര, കുറച്ച് വെള്ളം. 1 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് വെള്ളവും. അതൊന്നും അലിഞ്ഞ് വന്നാൽ മതി അല്ലേ ചേച്ചി? പാവാകണം, നല്ലോണം പാവ് അങ്ങനെ എടുക്കുമ്പോൾ ഒറ്റയായി വീഴണം, എന്നാലും ഇത് പിടിക്കും. ഒരു പാകമുണ്ട് അല്ലേ അതിന്? പാവ് കാച്ചാൻ ഒരു പാവുണ്ട്. അതെങ്ങനെ അറിയും നമ്മളപ്പോ? നമുക്കറിയാം. വലിഞ്ഞ് നൂല് പോലെ നൂല് പോലെ. അല്ല, പാവ് ശരിയല്ലാണ്ടിരുന്നാലേ ഇതിൽ നന്നായി പിടിക്കില്ല. വെള്ളം പോലെ ആയിട്ട് തണുത്തന്നിരിക്കും. ഇതിലൊട്ടി പിടിക്കില്ല അല്ലേ പഞ്ചസാര? കണ്ടതാ ഈ നൂല് പോലെ ഇങ്ങനെ ഇങ്ങനെ വീഴണം. അതാണ് അതിന്റെ പാകം. പാവ് റെഡിയായി. ഇതിൽ കൊട്ടി ഇളക്കാൻ പോവുകയാണ്. കൊട്ടട്ടെ. അതിലെല്ലാത്തിലും അതാവണം അല്ലേ? ഈ പാവ് പിടിക്കണ്ട. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി തണുത്താലും സോഫ്റ്റ് ആവില്ലല്ലോ? ഇല്ല, തണുത്താലും മെരുമെരുന്ന് ഇരിക്കും. ആറിനാലും മെരുമെരുന്ന് ഇരിക്കും. ഒന്ന് കഴിച്ചു നോക്കാം. ഒന്ന് കഴിച്ചു നോക്കി അറിയാം. ഞാൻ കഴിച്ചു നോക്കാം.